ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രപഞ്ചം മൊത്തവും അത്രമാത്രം ഭയാനകമായ അവസ്ഥയാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഭഗവാൻ കൃപ കൊടുക്കണമേ, നന്മ ചെയ്യണമേ, ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എന്തുമാത്രം വിഷമങ്ങളിപ്പോൾ ഓരോ കുടുംബത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ. എല്ലാവർക്കും നന്മ അനുഭവിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നാരായണീയം ദശകം 59 മൂന്നാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചു. ഇനി 4-ാമത്തെ ശ്ലോകം വായിക്കാം. അതായത് ഭഗവാൻ ഇങ്ങനെ വേണുഗാനമൊക്കെ ഊതി ദൂരേന്നേ വരുമ്പോൾ, പശുക്കളെ മേയ്ക്കാൻ വനത്തിലേക്ക് പോകുമ്പോൾ ദൂരേന്നേ ഗോപസ്ത്രീകൾ ഭഗവാന്റെ വേണുനാദം കേൾക്കുമ്പോൾ കാണാനുള്ള കൊതി കൊണ്ട് എല്ലാവരുടെ കൂടി നിന്ന് ഭഗവാനെ വർണ്ണിച്ചും പറഞ്ഞും രസിച്ചും ഈ ഭഗവാനെ കാണാനുള്ള കൊതി കൊണ്ട് ഇങ്ങനെ ദൂരേന്നേ കേൾക്കും. ഭഗവാൻ വരുന്നല്ലോ, നാദം കേൾക്കുന്നല്ലോ എന്നെല്ലാം പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അത് ഭഗവാനോടുള്ള സ്നേഹവും ഭഗവാന്റെ വർണ്ണനകളൊക്കെ വർണ്ണിച്ചും സ്തുതിച്ചും രസിച്ചും നിൽക്കുവാണ്. നമുക്കും അതുപോലെ വേണം. രാവിലെ നമുക്ക് എന്ത് വേണം? ഭഗവാനെ പ്രാർത്ഥിക്കണം, ഭഗവാനെ വർണ്ണിക്കണം, അതായത് സ്തുതിക്കണം. ഭഗവാന്റെ കാര്യങ്ങൾക്ക് അതാണ് നമുക്ക് വേണ്ടിയിട്ടല്ല. ഭഗവാൻ ഇതൊന്നും വേണ്ട. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനെ സേവിക്കുക. ഭഗവാൻ എന്തെങ്കിലും ഒരു കിണ്ടി വെള്ളമെങ്കിലും ജലമെങ്കിലും നമുക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം പോലെയാണ് അത് ഭഗവാൻ സ്വീകരിക്കുന്നത്. നമ്മുടെ സന്തോഷം പോലെയാണ് അത് സേവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സെങ്ങനെ നിറട്ടെ ഭഗവാൻ ആ ജലം എടുത്ത് ഉപയോഗിക്കുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ വെറുതെ കൊണ്ടവിടെ വയ്ക്കുകയല്ല. അത് ഭഗവാന് അത്രമാത്രം ഭക്തിയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും എല്ലാം ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും ഇത് ചെയ്യും. പക്ഷേ മനസ്സ് എവിടെയെങ്കിലും ആയിപ്പോകും. ഒരു കണ്ടി വെള്ളം കൊണ്ട് വയ്ക്കുമ്പോൾ എവിടെയെങ്കിലും അല്ല മനസ്സ് പോകേണ്ടുന്നത്. ഭഗവാനാണിത് ഈ ജലം അർപ്പിക്കുന്നത്. ഭഗവാൻ ഇത് കഴിക്കണം. ആ ഒരു ശ്രദ്ധയോടും ഭക്തിയോടും ചെയ്താൽ ഭഗവാൻ ഇഷ്ടമാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിലേ ഈശ്വരൻ അത് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാവർക്കും അതറിയാം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ. നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 4. കാനനാന്തം ഇതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വിദ്യയാ ഗലിതപാദം ആസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വിദ്യയാ ഗലിതപാദം ആസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. അങ്ങനെ ഭഗവാൻ ഓടക്കുഴലൊക്കെ നാദങ്ങൾ കേൾപ്പിച്ച് നന്നായി മധുരമായ ഗാനം ആലപിച്ചിങ്ങനെ പശുക്കളെയും കൊണ്ട് പോകുമ്പോൾ വനത്തിൽ ചെന്നിട്ട് ഭഗവാനെ കൃഷ്ണ ഭട്ടതിരിപ്പാട് പറയുന്നത് അങ്ങ് മനോഹരമായ നല്ല തണലുള്ള വൃക്ഷച്ചുവട്ടിൽ ആണ്. അത് അത്രമാത്രം തണൽ വേണമെങ്കിൽ എന്താ കാരണം? അത്രമാത്രം പടർന്ന് പന്തലിച്ച നല്ല വൃക്ഷമായിരിക്കും. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കാലുകൾ പിണച്ച് നിന്നും കൊണ്ട്, അതായത് നമുക്കറിയാം ഒരു കാലിൻ്റെ, അതായത് ഇടത്തെ കാലിൻ്റെ മുകളിൽ കൂടി വലത്തെ കാല് പിണച്ച് ഇപ്പുറം വെച്ച് നിൽക്കുമല്ലോ. നമുക്ക് കണ്ടില്ലേ ഫോട്ടോയിലൊക്കെ ഭഗവാൻ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നിന്നും കൊണ്ട്, അത് കാലുകൾ പിണച്ച് നിന്നും കൊണ്ടാണ് ഭഗവാൻ വേണുനാദം ഊതുക. അപ്പോൾ ഭഗവാൻ അങ്ങനെ നിന്ന് ചെയ്യുന്നത് ആര് പറയുന്നു? ഭട്ടതിരിപ്പാട് ഭഗവാനെ ഈ ഗോപസ്ത്രീകളെല്ലാം ഭഗവാനെ നോക്കി നിന്ന് കൊതിച്ച് നിന്നും കൊണ്ട് അവിടെ എല്ലാം ഭഗവാനെ വർണ്ണിച്ചും സ്തുതിച്ചും രസിച്ചും നിൽക്കുന്നു, ആനന്ദിച്ച് നിൽക്കുന്നു. ആ ആനന്ദത്തൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ പോകുക, ഓടക്കുള്ളനാഥം ഊതി ഇങ്ങനെ പോവുക. നല്ല വൃക്ഷച്ചുവട്ട്, നല്ല മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് കാലുകൾ പിണച്ചു വെച്ച് ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ ഊതുക പതിവായി സ്ഥിരമായി ചെയ്യുന്നു. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം. ശ്ലോകം 5. മാരബാണധുതഖേശരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം
രാവണം ച ദൃഷതാ അപി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം മാരബാണധുതകേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃഷതാമപി പ്രഭോ താവകം വ്യജനി വേണുകൂജിതം. ഇവിടെ ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുന്നു, നാരായണ ഭഗവാനി ഗുരുവായൂരപ്പ, ഭഗവാന്റെ വേണുഗാനം കാമവികാരത്താൽ അത് കേൾക്കുമ്പോൾ അത്രമാത്രം ആഗ്രഹത്തിൽ വികാരം ഉണ്ടാകും. കാമവികാരത്തിൽ ആക്കാണ് ആകാശചാരികൾക്ക്, അത് ആകാശത്തിൽ വസിക്കുന്ന വാനവർക്ക് അവർ ആവേശം കൊള്ളും. അത്രമാത്രം വികാരം ഉണ്ടാകും, അത്രമാത്രം ഇഷ്ടമാണ് ദേവകൾക്ക്. അപ്പോൾ ആകാശചാരികളെ പോലും ആവേശം കൊള്ളിക്കുന്നതും പിന്നെയോ പശു പക്ഷി മൃഗങ്ങൾ, പിന്നെ ഭഗവാന്റെ പശുക്കളാരും പറയണോ, അങ്ങനെ തുടങ്ങിയവ അനങ്ങാതെ നിൽക്കും. എങ്ങനെയാ? ചലിക്കത്തില്ല. പശുക്കളാണെങ്കിൽ പുല്ല് തിന്നത്തില്ല, എവിടെ നോക്കി നിൽക്കും? ശ്രദ്ധിച്ച് നിൽക്കും നാദം കേൾക്കുമ്പോൾ. അതുപോലെ സർവ്വമൃഗങ്ങളും പക്ഷികളും എല്ലാം അങ്ങനെ തന്നെയാണ്, അനങ്ങാതെ അത് നിശ്ചലമായി നിൽക്കും. ഒന്നും ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കും. നമ്മൾ കണ്ടിട്ടുണ്ടങ്ങനെ അനങ്ങാതെ നിർത്തത്തക്കതും കല്ലുകളെ പോലും അലിഞ്ഞു പോകും, കല്ലുകൾ പോലും അലിയത്തക്കതുമായിരുന്നു. അത്രമാത്രം നാദലയമാണ്. ആ ലയം അതെല്ലാവരും ആസ്വദിക്കും. പക്ഷെ പക്ഷികളും സർപ്പങ്ങളാണെങ്കിൽ അതിനേക്കാളും എല്ലാ ജീവജാലങ്ങളും എല്ലാം ആ ഒരു നാദം കേൾക്കുമ്പോൾ അത് വേറെ അവരുടെ തൊഴിലെല്ലാം അങ്ങ് നിർത്തും, നിശ്ചലമായി നിൽക്കും, ചലിക്കാതെ നിൽക്കും. പശുക്കുട്ടികൾ പാൽ കുടിച്ചുകൊണ്ടിരുന്നാലോ പശുക്കുട്ടികളുടെ പാലൂടെ നിന്ന് പോകും. കാരണം അതെന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്ന് പോകും. എന്നിട്ട് ഭഗവാന്റെ ആ വേണുഗാനം കേട്ട ദേവസ്ത്രീകൾക്ക് കാമപരവശരാകും. അതാണ് അവിടെ ഭഗവാന് ഈ ഒരു നാദം കേൾക്കുമ്പോൾ ദേവസ്ത്രീകളെല്ലാം കാമപരവശരായിട്ട്, പിന്നെ മനുഷ്യരുടെ കാര്യം ചോദിക്കാനുണ്ടോ? മനുഷ്യരുടെ കാര്യം അവർക്ക് വല്ല ബെല്ലും ബ്രേക്കും ഉണ്ടോ? ദേവന്മാർക്ക് പോലും പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ആ ഗാനമാധുരി ആസ്വദിച്ച എല്ലാവരും തന്നെ നിർവികാരമായി കേട്ടു നിന്ന് പോകും. അങ്ങനെയാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. സത്യമായ കാര്യമല്ലേ? പശുക്കൾ പുല്ല് തിന്നാതെ ചെവി കൂർപ്പിച്ച് നിന്ന്, പക്ഷികൾ ആ ഗാനമാധുരിയിൽ ലയിച്ച് നിർവികാരരായി നിർനിമേഷരായി നോക്കി നിന്നു. നിശ്ചലമായി നോക്കി നിന്നു. മൃഗങ്ങൾ അനങ്ങാതെ കേട്ടു നിന്നു. ബാലന്മാർ അതിൽ ലയിച്ചു നിന്നു. അത്ര മാധുര്യം വഴിഞ്ഞൊഴുകുന്ന നാദമായിരുന്നു ഭഗവാന്റെ വേണുനാദം. കല്ലുകളെ പോലും അലിയിക്കുന്ന ആ ഗാനം കേട്ടാൽ ആരും ഭക്തി ലഹരിയിൽ അലിയുമായിരുന്നു. പിന്നെ ഈ ഗോപസ്ത്രീകളൊക്കെ എന്താ, അതെപ്പോഴും ചിന്തിച്ചായവർക്ക്. അപ്പോൾ എല്ലാവരും നമ്മളെല്ലാം ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, അത് കേട്ടാൽ പിന്നെ ചെവിയിൽ നിന്ന് അത് ഭഗവാൻ നിർത്തിയാലും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, അതേ ലയിച്ച് തന്നെ ഇരിക്കും. അതാണ് ഭഗവാന്റെ ആ ഒരു നാദലയം. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ശ്ലോകം 6. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിത പാദപല്ലവം തൽസ്ഥിതം തവ പരോക്ഷ അപ്യഹോ സംവിചിന്യ മുമുഹുർ പ്രജാംഗന. വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിത പാദപല്ലവം തൽസ്ഥിതം തവ പരോക്ഷ അപ്യഹോ സംവിചിന്യ മുമുഹുർ പ്രജാംഗന. ഓടക്കുഴലിൻ്റെ ദ്വാരങ്ങളിൽ കൈവിരലുകൾ ചലിപ്പിച്ചും തൃക്കാലടി കൊണ്ട് തുടരെ താളം പിടിച്ചും നിന്തിരുവടിയുടെ ഗാനം പൊഴിച്ചുകൊണ്ടുള്ള ആ നിൽപ്പ് കണ്ടില്ലെങ്കിലും വിചാരിച്ചു ഗോപസ്ത്രീകൾ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയെ ധ്യാനിച്ച് മോഹിച്ചു പോയി. ആശ്ചര്യം തന്നെ. അതായത് ഈ ഗോപസ്ത്രീകൾ പിന്നെ കാണുന്നില്ലല്ലോ, ഭഗവാൻ അങ്ങ് പോകത്തില്ലേ വനത്തിലേക്ക്. ഇത് വഴിവെക്കെല്ലാം ഈ ഗോപസ്ത്രീയിൽ നിന്ന് ഭഗവാൻ വരുന്ന വഴി കണ്ട് കൊതിച്ച് നിൽക്കുകയല്ലേ കാണാൻ. എന്നിട്ട് അവർക്ക് പിന്നെ ഇരുട്ടോളം എന്താ ചിന്ത? ഇത് തന്നെയാണ്. ഭഗവാന്റെ ആ കൈ വിരലുകൾ ഈ ഓടക്കൊണ്ട ദ്വാരങ്ങളിൽ ചലിപ്പിച്ച് നിൽക്കുന്നതും തൃക്കാലടി കൊണ്ട് തുടർ താളം പിടിക്കുന്നവർ മനോഗതം കാണുന്നു, മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നു ഭഗവാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്നും ആ നാദം മനസ്സിൽ കൂടെ ചെവിയിൽ കൂടെ ഇങ്ങനെ കയറുന്നതായിട്ട് നിന്ദരുടെ ഗാനം പൊഴിച്ചുള്ള ആ നിൽപ്പ് കണ്ടില്ലെങ്കിൽ കൂടി അതിങ്ങനെ വിചാരിച്ചിരിക്കും ഗോപസ്ത്രീ. അങ്ങനെ അവരുടെ ഭഗവാനോടുള്ള ധ്യാനം, ഭഗവാൻ എങ്ങനെ ധ്യാനിക്കുന്ന പറയുന്നത് ഇത് ചിന്തിക്കുക. ആ ഒരു ചിന്തയാണ് നമ്മൾ എന്ത് ജോലികൾ ചെയ്യുമ്പോഴും ഒരു കഥ, ഭഗവാന്റെ കഥ നമ്മൾ കേട്ടെന്നിരിക്കട്ടെ എപ്പോഴെങ്കിലും, അത് നമ്മൾ എപ്പോഴും ജോലി ചെയ്യുമ്പോൾ എന്താ ചിന്തിക്കുക? ഈ ലോക കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടുന്നത്, ഒരു ഭക്തൻ്റെ കാര്യമാണ് പറയുക. ഒരു ഭക്തൻ എപ്പോഴും എന്ത് വേണം, നമ്മൾ എന്ത് കർമ്മമോ ചെയ്തോട്ടെ,
അതെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കഥ ഞാൻ ഇന്നലെ ഇന്നത് കേട്ടു, എന്തൊരു ഇഷ്ടമാണ് ഭഗവാൻ. എന്നിട്ട് അതുപോലെ നമ്മൾ വേണുനാഥം ഇത് കേൾക്കുന്നു. ആ ഗോപസ്ത്രീകൾ എങ്ങനെയാണ് അതെപ്പോഴും വിചാരിക്കുന്നു, മനനം ചെയ്യുന്നു. അതായത് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, പശുക്കൾ പുല്ല് തിന്നും. എങ്ങനെ തിന്നും? പെട്ടെന്നങ്ങ് കടിച്ചു പറിച്ചങ്ങ് മിഴുങ്ങും. എന്നിട്ട് എവിടെയെങ്കിലും പോയി കിടന്നിട്ട് വിശ്രമിക്കും. ആ വിശ്രമിക്കുന്നപ്പോൾ എന്താ ചെയ്യുക? ഇത് അയവിറക്കുന്നു. ഈ പുല്ലിനെല്ലാം തിന്നെല്ലാം തികട്ടി വന്നിട്ട് അതിനെ ചവച്ചരച്ച് പിന്നെ രണ്ടാമത് ചെയ്യുന്നൊരു പ്രവൃത്തി. അതുപോലെ നമ്മൾ കേൾക്കുന്നത് എന്ത് ഭഗവാന്റെ കഥ കേട്ടാലും ഈ വേണുനാഥം കേട്ടാലും നമ്മൾ എവിടെ പോയിരുന്നാലും അപ്പോഴെല്ലാം ഇത് അയവിറക്കണം. ഭഗവാനെ ആ ഓടക്കുഴലിൻ്റെ നാദം, ആ ലയം എന്ത് മഹിമയോ, എന്തൊരു ആനന്ദമോ, എന്ത് നിർവൃതി അത് കേട്ടാൽ. ഇങ്ങനെ അത് കേൾക്കുന്നത് മനസ്സുകൊണ്ട് അയവിറക്കുമ്പോൾ ഭക്തി വർദ്ധിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ കർമ്മം ചെയ്യുന്ന വെച്ചാൽ ഇപ്പം മറ്റ് യാഗങ്ങളോ ഹോമങ്ങളൊക്കെ ചെയ്താലൊന്നും നമുക്ക് ഈ ഭക്തി വരത്തില്ല. നമ്മൾ അതിൻ്റെ ശ്രദ്ധയിലായിരിക്കുന്ന ആ ഭക്തി ഇങ്ങനെ അന്ന് ചെയ്യുമ്പോൾ ഭക്തന്മാർ അതിൽ തന്നെ ചിന്തിച്ച് ചെയ്യും. പക്ഷേ ഭഗവാനെന്നുള്ള ചിന്ത എപ്പോഴും നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ അത് തുടരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഭക്തി വർദ്ധിക്കണം. അല്ലെങ്കിൽ എന്തുവരും? അത് മന്ദീഭവിച്ചു പോകും. അതോട് തുടരെ ഇത് ചിന്തിച്ചും ഭഗവാനുള്ള ആ നമ്മുടെ ഉള്ളം ലയിച്ച് ഹൃദയം മൊത്തം നിറഞ്ഞ് കവിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. അത് മനനം ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഒരു കഥ, ഭഗവാന്റെ കഥ കേട്ടാലും അത് എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ ഉറക്കത്തിൽ പോലും നമ്മൾ ഒന്ന് ഉണരുമ്പോഴും എന്താ മനസ്സിൽ വരുന്നേ? നമ്മളെ ചിന്തിച്ചത് എന്താണ്? ഭഗവാന്റെ കഥയാണെങ്കിൽ അതാ നമ്മളെ മനസ്സിൽ വരുന്നത്. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു സമയം എനിക്ക് അങ്ങനെ ആയിരുന്നു. 7 നേരം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടായിരുന്നു. 7 നേരം ഒരു ദിവസം. ഇത്രയും പണിയുള്ളൊരു വീട്ടിൽ 7 നേരം പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എനിക്കുള്ള അറിവിലില്ല. പക്ഷെ അങ്ങനെ ഞാൻ ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉണരുമ്പോഴായാലും എനിക്ക് ഇന്ന സമയത്ത് എനിക്ക് ഉണരണം. ആ സമയത്ത് ഒരു 3 മണിക്ക് ഞാൻ ചിലപ്പോൾ പകൽ ക്ഷീണിച്ചെന്ന് അത്ര ജോലിയുണ്ട്. അപ്പം ഞാൻ ഭഗവാനെ ഞാൻ ഉറങ്ങിപ്പോവാൻ കൃത്യം 3-ാം മണിക്ക് എനിക്ക് ഉണരണം. എന്നെ തട്ടി ഉണർത്തുമായിരുന്നു ഭഗവാൻ. അങ്ങനെ കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊന്ന് രാത്രി തന്നെ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഉണരുമെങ്കിൽ നമ്മൾ ഭഗവാന്റെ കഥയാ അല്ലെങ്കിൽ ആ ഒരു ചിന്തയോ ആ ഒരു എന്താ നമ്മുടെ ഹൃദയത്തിൽ അതാണ് എനിക്ക് ഉണരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അല്ല മറ്റ് ചിന്തകളോ ലൗകിക ചിന്തകളോ എന്നല്ല. ഒരു 35 വയസ്സൊക്കെ ഉള്ള സമയത്ത് അതായിരുന്നു. അങ്ങനെ ഒരു ഭഗവാനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വരണം? അയവിറക്കണം. ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും അതുപോലെ തന്നെ ഭഗവാനെ വർണ്ണിക്കുക, സ്തുതിക്കുക എല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാന്റെ ഒരു ആനുകൂല്യവും കൃപയും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വഴിഞ്ഞൊഴുകും. അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ ഓടക്കുഴൽ വായനയൊക്കെ കണ്ടില്ലെങ്കിലും ആ താളമേളങ്ങളെല്ലാം സങ്കല്പിച്ച് ഗോപാങ്കന്മാർ മോഹിച്ചു പോയി. പിന്നെ കണ്ടിരുന്നെങ്കിൽ എന്നുള്ള സ്ഥിതി ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാണാഞ്ഞിട്ട് പോലും അത് സങ്കല്പിച്ച് അവർ അയവിറക്കുന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.